ലേവ്യ പുസ്തകം 20-ാം അധ്യായം. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിലൊന്നിനെ മോലേക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. അവൻ തൻ്റെ സന്തതിയെ മോലേക്കിന് കൊടുത്തതിനാൽ എൻ്റെ വിശുദ്ധമന്ദിരം മലിനമാക്കുകയും എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടിവെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് നീക്കിക്കളയും. അവൻ തൻ്റെ സന്തതിയെ മോലേക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ചു കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടിവെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലേക്കിനോട് പരസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടിവെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് നീക്കിക്കളയും. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിക്കുവിൻ. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയെയും ശപിച്ചു, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. ഒരുവൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പൻ്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരുവൻ മരുമകളോടുകൂടി ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവർ നികൃഷ്ടകർമ്മം ചെയ്ത് അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. സ്ത്രീയോടുകൂടി ശയിക്കുന്നത് പോലെ ഒരുവൻ പുരുഷനോടുകൂടി ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ദുഷ്കർമ്മം. നിങ്ങളുടെ ഇടയിൽ ദുഷ്കർമ്മമില്ലാതിരിക്കേണ്ടതിന് അവനെയും അവരെയും തീയിലിട്ട് ചുട്ടുകളയണം. ഒരു പുരുഷൻ മൃഗത്തോടുകൂടി ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് ശയിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരു പുരുഷൻ തൻ്റെ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ തൻ്റെ സഹോദരിയെ പരിഗ്രഹിച്ച് അവളുടെ നഗ്നത കാണുകയും അവൾ അവൻ്റെ നഗ്നത കാണുകയും ചെയ്താൽ അത് ലജ്ജാകരം. അവരെ അവരുടെ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ സംഹരിച്ചു കളയണം. അവൻ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവൻ തൻ്റെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഋതുവായ സ്ത്രീയോടുകൂടി ശയിച്ച് അവളുടെ നഗ്നത അനാവൃതമാക്കിയാൽ അവൻ അവളുടെ സ്രാവം അനാവൃതമാക്കി, അവളും തൻ്റെ രക്തസ്രാവം അനാവൃതമാക്കി. ഇരുവരെയും അവരുടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. എൻ്റെ അമ്മയുടെ സഹോദരിയുടെയോ അപ്പൻ്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. അങ്ങനെയുള്ളവൻ തൻ്റെ അടുത്ത ചാർച്ചക്കാരിയെ അനാവൃതയാക്കുന്നുവല്ലോ. അവർ തങ്ങളുടെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഇളയപ്പൻ്റെ ഭാര്യയോടുകൂടി ശയിച്ചാൽ അവൻ ഇളയപ്പൻ നഗ്നത അനാവൃതമാക്കി. അവർ തങ്ങളുടെ പാപം വഹിക്കും. അവർ സന്തതിയില്ലാത്തവരായി മരിക്കണം. ഒരുവൻ സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചാൽ അത് മാലിന്യം. അവൻ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കി. അവർ സന്തതിയില്ലാത്തവരായിരിക്കണം. ആകയാൽ നിങ്ങൾ കൂടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ശ്രദ്ധിച്ചു കളയാതിരിക്കാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജനതയുടെ ചട്ടങ്ങൾ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെയെല്ലാം ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായിത്തീർന്നു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിച്ചവനായ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെക്കൊണ്ടും പക്ഷിയെക്കൊണ്ടും നിലത്തെഴയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജനതകളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷൻ ആകട്ടെ സ്ത്രീ ആകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും.